ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഉയർപ്പ് കാലം 4-ാം ഞായർ. ഖ്യംത, സുറിയാനിയിലെ ഖ്യംത 4-ാം ഞായർ. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 16 മുതൽ 24 വരെ വചനങ്ങൾ. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത്? അല്പസമയം എന്നതുകൊണ്ട് അവൻ അർത്ഥമാക്കുന്നത് എന്ത്? അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ് യേശു അവരോട് പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീക്ക് ഈറ്റുനോവ് വരുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നു വീണതിൻ്റെ സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടത പിന്നീട് ഒരിക്കലും ഓർക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതെല്ലാം അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾ സന്തോഷം പൂർണ്ണമാകുന്ന വിധത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ തിരുവചനത്തിലെ ചില വാക്കുകൾ, ഈശോ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ, ശൈലികൾ, പദസന്ധികൾ, അതേക്കുറിച്ച് നമുക്ക് ഒന്ന് ധ്യാനിക്കാം. അല്പസമയം. ഈ അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം വരെ യേശു എവിടെ പോകുന്നു എന്നതായിരുന്നു വിഷയം. വാസ്തവത്തിൽ 14, 15, 16-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം വരെ അന്ത്യപ്രഭാഷണത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം യേശു എവിടെ പോകുന്നു എന്നുള്ളതായിരുന്നു. ഇവിടെ യേശു എപ്പോൾ പോകുന്നു എന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. യേശു എവിടെ പോകുന്നു എന്ന വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞ് എപ്പോൾ പോകുന്നു, അതിന് നൽകപ്പെടുന്ന ഉത്തരം എന്താണ്? അല്പസമയം. അത് പല പ്രാവശ്യം ആവർത്തിച്ചിരിക്കുകയാണ്. അല്പസമയം. അല്പസമയം കഴിഞ്ഞാൽ 14, 19, 13, 33, 7, 33 അങ്ങനെ പല സ്ഥലത്ത് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കുരിശ് മരണത്തിന് ശേഷം യേശു ഉത്ഥാനം ചെയ്യുകയും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ അവർ അവനെ കാണും. അങ്ങനെ കാണുന്നുണ്ട്. 20-ാമത്തെ അധ്യായം യോഹന്നാൻ 20, 19 മുതൽ 30 വരെ വാക്യങ്ങൾ. അവൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവൻ തേജസ്സിൽ തിരിച്ചു വരുന്നത് വരെ കാണാൻ വേണ്ടി അവനെ കാത്തിരിക്കും. സ്ലീഹന്മാരുടെ നടപടി 1-ാമത്തെ അധ്യായം 9 മുതൽ 11 വാക്യങ്ങൾ. എങ്കിലും സ്വർഗാരോഹണത്തിനും ഈ ദ്വിതീയാഗമനത്തിനും ഇടയിലുള്ള സമയം ശൂന്യമല്ല, ശൂന്യതയുടേതുമല്ല. പരിശുദ്ധാത്മ സജീവ സാന്നിധ്യം, സവിശേഷ സാന്നിധ്യം നിമിത്തം വചനത്തിന് ജീവൻ വയ്ക്കുന്ന നാഴികയായ കൂദാശകളിൽ ഈശോ സജീവ അടയാളങ്ങളിലൂടെ അവരോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ യേശു ഉത്ഥാനം ചെയ്ത് അല്പസമയം കഴിഞ്ഞ് ഉത്ഥാനം കഴിഞ്ഞ് അവർ അവനെ കാണും. പിന്നെ സ്വർഗാരോഹണം ചെയ്ത് അവൻ പോകും. പിന്നെ വീണ്ടും വരും. അപ്പോൾ ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനിടയ്ക്ക് അല്പസമയം കാണും. പിന്നെ സ്വർഗാരോഹണം കഴിഞ്ഞ് ദ്വിതീയാഗമനം വരെയുള്ള സമയം ആ സമയത്ത് കാണില്ല. പക്ഷേ അത് ശൂന്യതയുടേതല്ല. കാരണം പരിശുദ്ധാത്മ സജീവ സാന്നിധ്യമുള്ള സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിലൂടെ വചനത്തിന് ജീവൻ വയ്ക്കുന്ന നാഴികയായ കൂദാശകളിലൂടെ യേശു സജീവ അടയാളങ്ങളിലൂടെ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം. ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതും വെറും ഒരു ആത്മീയ സാന്നിധ്യമല്ല, സ്പിരിച്വൽ പ്രസൻസ് അല്ല. സ്പിരിച്വൽ പ്രസൻസ് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ഇത് കൗദാശിക പ്രസൻസാണ്. അതായത് ദൈവം മനുഷ്യനായി വന്നതിന് ശേഷമുള്ള സാന്നിധ്യം, ദൈവ സാന്നിധ്യം, അത് കൗദാശിക സാന്നിധ്യമാണ്. അത് വെറും സ്പിരിച്വൽ പ്രസൻസ് അല്ല,
വെറും ആത്മീയ സാന്നിധ്യമല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപും ക്രിസ്തുവിൻ്റെ മരണത്തിനും ശേഷമുള്ള ദൈവ സാന്നിധ്യം ഒരേപോലെയല്ല. ദൈവം എല്ലായിടത്തും ഒരുപോലെ ഇല്ലെന്നൊക്കെ ആൾക്കാർ ചോദിക്കുമെങ്കിലും എല്ലാം ഒരുപോലെയല്ല. കത്തോലിക്കരുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യവും കത്തോലിക്കരല്ലാത്തവരുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യം രണ്ടാണ്. അവരുടെ ഉള്ളിലൊക്കെ സ്പിരിച്വൽ പ്രസൻസ് ഉണ്ട് ദൈവത്തിൻ്റെ. പക്ഷെ ക്രിസ്ത്യാനികളിൽ, പ്രത്യേകിച്ച് കത്തോലിക്കരിൽ കൗദാശിക സാന്നിധ്യമുണ്ട്. കർത്താവിനെ അന്ന് ദൈവം മനുഷ്യനായ ആളെ മറിയം കൈകളെടുത്തു, ജോസഫ് കൈകളെടുത്തു, ശിമിയൻ കൈകളെടുത്തു. അതുപോലെ ഇന്ന് നമുക്ക് കൈകളെടുക്കാം അവനെ. ആ മനുഷ്യാവതാരം ദ്വിതീയ ആഗമനം വരെ പെർപ്പച്വേറ്റ് ചെയ്യുകയാണ്, നൈരന്തര്യമാക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു സാന്നിധ്യം അത് കത്തോലിക്ക പാരമ്പര്യമുള്ള സഭകൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം നിഷേധിക്കുമ്പോൾ, കൂദാശകൾ നിഷേധിക്കുമ്പോൾ ഈ കൗദാശിക സാന്നിധ്യം നിഷേധിക്കുകയും വെറും ഒരു ആത്മീയ സാന്നിധ്യത്തിലേക്ക് പോവുകയുമാണ് നമ്മുടെ പെന്തക്കോസ്തക്കാർ, യഹോവ സാക്ഷികൾ, ദൈവസഭക്കാർ, അങ്ങനെയുള്ളവരൊക്കെ. ഇനി 16-21 വാക്യം, സ്ത്രീക്ക് ഈറ്റുനോവ്. ആ വചനം നമുക്ക് ഒന്നുകൂടി കേൾക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ദൈവശാസ്ത്രപരമായിട്ട് അങ്ങേയറ്റം ആഴമേറിയ ഒരു വചനമാണ്. സ്ത്രീക്ക് ഈറ്റുനോവ് വരുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തേക്ക് പിറന്നു വീണതിൻ്റെ സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടത പിന്നീട് ഒരിക്കലും ഓർക്കുന്നില്ല. ഈശോ തൻ്റെ പീഡാനുഭവത്തെ സ്ത്രീയുടെ പ്രസവവേദനയോട് ഉപമിച്ചിരിക്കുകയാണ്. ഗർഭത്തിലെ ശിശുവിന് പുറത്തേക്ക് വരണം. അത് അമ്മയുടെ ഗർഭപാത്രം പിളർക്കുന്നു. അത് വേദനാജനകമാണ്. പ്രസവിച്ച സ്ത്രീകൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ശിശുവിനെ പ്രസവിച്ചു കഴിഞ്ഞ് ആ അമ്മ ആ വേദനയിൽ വീണ്ടും കടന്നു പോകുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ ഓർക്കാനൊക്കെ ശ്രമിക്കാമെങ്കിലും ആ വേദനയിലൂടെ കടന്നു പോകുന്നില്ല. ആ വേദന പിന്നീട് അനുഭവപ്പെടുന്നില്ല, അത് ഓർക്കുന്നില്ല. കാരണം പുതിയൊരു ജീവന് രൂപം കൊടുത്തിരിക്കുന്നു. അവൻ ഈ ജീവന്റെ സാമീപ്യം മൂലം പുതിയ കുഞ്ഞിന് ഇല്ലേ, ആ പുതിയ ജീവൻ, ആ ജീവന്റെ സാമീപ്യം മൂലം ഗർഭപാത്രം പിളർന്ന, ഉദരം പിളർന്നതിൻ്റെ വേദന അമ്മ ഓർക്കുന്നില്ലെന്ന് പറയാം. ഇതുപോലെ ഈശോ ഒരു പ്രസവ വേദനയിലാണ്. ഈ ഈശോ മരിക്കുന്ന സമയത്ത് മരിക്കുന്ന നേരത്ത് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പടയാളി അവൻ്റെ പാർശ്വത്തിൽ കുത്തി, രക്തവും വെള്ളവും പുറപ്പെട്ടു. യോഹന്നാൻ 19:34. അതായത് ഈശോയുടെ പാർശ്വം പിളർക്കപ്പെടുന്നു. ജീവജലത്തിലും ജീവരക്തത്തിലും സഭ പിറന്നു വീഴുന്നു. അതാണ് ഒരു അർത്ഥം. മറ്റൊരു വീക്ഷണത്തിൽ അവൻ്റെ പാർശ്വം പിളർന്ന് രക്തത്തിലും വെള്ളത്തിലും താൻ സ്നേഹിച്ച ശിഷ്യന് ഈശോ ജന്മം കൊടുക്കുന്നു. അങ്ങനെ അവന് ജന്മം കൊടുത്തുകൊണ്ട് മരിക്കുന്നു എന്നും പറയാം. റാഹേല് ബെഞ്ചമിന് ജന്മം കൊടുത്ത് മരിച്ചതുപോലെ. എന്നിട്ട് അങ്ങനെ ജനിച്ച അവൻ്റെ പാർശ്വത്തിൽ പിറന്നു വീണ ഈ യേശു സ്നേഹിച്ച ശിഷ്യനെ യേശുവിൻ്റെ അമ്മയ്ക്ക് ഭരമേൽപ്പിക്കുന്നു. യോഹന്നാൻ 19:26-35. യേശു കൊണ്ടുവരുന്ന രക്ഷയാണ് ഇതിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത്. യേശു പുതിയ മനുഷ്യവംശത്തിന് തുടക്കമിടുകയാണ്. അവൻ്റെ പാർശ്വത്തിൽ നിന്നും പിറന്നു വീഴുന്ന ജലത്തിലും ആത്മാവിലും ജീവജലത്തിലും ജീവരക്തത്തിലും പിറന്നു വീഴുന്ന, മാമോദിസായിലും കുർബാനയിലും പിറന്നു വീഴുന്ന ആ പുതിയ മനുഷ്യനെ മനുഷ്യവംശത്തിന് തുടക്കമിടുകയാണ്. ഈ പുതിയ സൃഷ്ടികർമ്മത്തിൻ്റെ, പുതിയ മനുഷ്യവംശത്തിന് ജന്മം കൊടുക്കുന്ന സൃഷ്ടികർമ്മത്തിൻ്റെ ലേബർ റൂമാണ് കുരിശ്. ആ കുരിശിൽ കിടക്കുമ്പോഴാണ് യേശുവിൻ്റെ പാർശ്വം പിളർന്ന് ജലവും വെള്ളവും രക്തവും ഒഴുകുന്നത്. ഒരു സ്ത്രീ വെള്ളത്തിലും രക്തത്തിലും കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ ഈശോ കുരിശിൽ രക്തത്തിലും വെള്ളത്തിലും യേശു സ്നേഹിച്ച ശിഷ്യന് ജന്മം കൊടുക്കുകയും ആ ശിശുവിനെ യേശുവിൻ്റെ അമ്മയെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പുതിയ മനുഷ്യവംശം ആരംഭിക്കുകയാണ് കുരിശിൽ. ആ കുരിശ് എന്ന് പറയുന്നത് പുതിയ മനുഷ്യവംശത്തിന്, സൃഷ്ടികർമ്മത്തിന് ജന്മമേകുന്ന ലേബർ റൂമാണ്. ശിഷ്യന്മാരും ഒരു പ്രസവവേദനയിലാണ്. എന്നാൽ യേശു മരിച്ചവരെന്ന് ഉയർക്കുന്ന തിരുവുത്ഥാന നാളിൽ അവരുടെ പേറ്റുവേദന സന്തോഷമായി പരിണമിക്കും. ഈശോ പോകുന്നു എന്നുള്ളതാണ് അവരുടെ പേറ്റുവേദന. അതുവരെ യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ യേശു പോകുന്നു. അതൊരു പ്രസവവേദനയാണ്. വിടവാങ്ങളുടെ വേദന ഒരു പേറ്റുനോവിനോട് ഉപമിച്ചിരിക്കുകയാണ്. പക്ഷേ അത് കഴിഞ്ഞ് പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ അവർ പുതിയ സൃഷ്ടികളാകും. അപ്പോൾ അവരുടെ പേറ്റുവേദന തന്നെ മറക്കുന്ന തരത്തിൽ അവർക്ക് സന്തോഷമുണ്ടാകും. ഈ
പേറ്റുനോവിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടുത്തെ ഒരു അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ പരീക്ഷണ നാളുകളെ, ന്യായവിധിയുടെ ദിനത്തെയൊക്കെ സ്ത്രീയുടെ പേറ്റുനോവിനോട് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ തുലനം ചെയ്തിട്ടുണ്ട് പഴയ നിയമത്തിൽ. ആ അർത്ഥങ്ങളൊന്നും ഇവിടെ റദ്ദാക്കിയിട്ടില്ല. പക്ഷെ അതിനല്ല കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രം. ഇനി ഒരു സാധാരണ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം കൂടിയുണ്ട്. ആ ദിവസങ്ങളിൽ നിങ്ങളൊന്നും ചോദിക്കുകയില്ല, ചോദിക്കുവിൻ നിങ്ങൾക്കെല്ലാം കിട്ടും. ഈ രണ്ട് ഗ്രീക്ക് വാക്കുകൾ രണ്ടെണ്ണാണ്, ഒരേ വാക്കല്ല. രണ്ട് വ്യത്യസ്ത ഗ്രീക്ക് വാക്കുകൾ ഉപയോഗിക്കുന്നത്. ആദ്യത്തത് എറോട്ടാവോ എന്നാണ്. എറോട്ടാവോ, ആ ദിവസങ്ങളിൽ നിങ്ങളൊന്നും ചോദിക്കുകയില്ല. വാസ്തവത്തിൽ എറോട്ടാവോ എന്നതിന് ആ ദിവസം നിങ്ങളൊന്നും ചോദ്യം ചെയ്യുകയില്ലെന്നാണ്. ചോദിക്കുകയില്ലെന്നല്ല, ചോദ്യം ചെയ്യുകയില്ല. ചോദ്യം ചെയ്യുകയില്ല. ഉത്ഥാനം ചെയ്ത യേശുവിനെ കാണുമ്പോൾ സ്ലീഹന്മാർ അവനെ ചോദ്യം ചെയ്യുകയില്ല. അതാണ് ഒന്നാമത്തെ, അല്ലേ? നിങ്ങൾ ആ ദിവസമൊന്നും ചോദിക്കുകയില്ല. രണ്ടാമത്തത് ഗ്രീക്ക് വാക്ക് ഐറ്റയോ എന്നാണ്. ഐറ്റയോ, ചോദിക്കുക തന്നെ അർത്ഥമുണ്ട്, അപേക്ഷിക്കുന്ന അർത്ഥമുണ്ട്. അതായത് തിരുവുത്ഥാനത്തിന് ശേഷം സ്ലീഹന്മാരും ശിഷ്യന്മാരും സഭയും ദൈവപിതാവിനോട് അപേക്ഷിക്കുന്ന സംഗതികൾ ഈശോ ചെയ്തു തരും. അത് ചോദിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലായിരിക്കും. ഈശോയുടെ നാമത്തിലായിരിക്കും ചോദിക്കുന്നത്. അത് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കുമെന്നാണ്. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന എന്താണ്? എന്തെങ്കിലും കാര്യമല്ല സ്ലീഹന്മാരും അവരുടെ സഭയും ഈശോയുടെ നാമത്തിൽ ചോദിക്കുന്നത്. എന്തെങ്കിലും കാര്യമല്ല, പരിശുദ്ധാത്മാവിനെയാണ്. അത് ലൂക്കാസിന്റെ സുവിശേഷം 11:13 പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ ചോദിക്കുന്നവർക്ക് എന്തുമാത്രം പരിശുദ്ധാത്മാവിനെ നൽകിയില്ല. അപ്പോൾ ഈശോയുടെ നാമത്തിൽ ചോദിക്കുന്നത് പരീക്ഷയിൽ മാർക്ക് കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭൗതികമായ ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഈശോയുടെ നാമത്തിൽ ചോദിക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവിനെയാണ്. അത് നോക്കുക, വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ ഈശോയുടെ നാമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ദിവ്യദാനങ്ങളിൽ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഈശോയുടെ നാമത്തിൽ സഭ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് കൂദാശകൾ, വിശേഷിച്ച് വിശുദ്ധ കുർബാന. യേശു എന്ന ആളിൽ നിന്ന്, ഈശോ എന്ന ആളിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് ആ പ്രാർത്ഥന കേൾക്കുകയും പരിശുദ്ധാത്മാവിനെ അയച്ച് ആ അപ്പത്തെയും വീഞ്ഞിനെയും അവൻ്റെ തന്നെ ദിവ്യരഹസ്യങ്ങളായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ചോദിക്കുന്നതിനെ, അതായത് കൂദാശകളിൽ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ചോദിച്ചിട്ടില്ല, കാരണം ഇതുവരെ കൂദാശകളില്ലായിരുന്നു. ഇനി ഇപ്പോൾ കൂദാശകളുണ്ട്, അത് എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ സന്തോഷം സമൃദ്ധമാകുന്ന തരത്തിൽ, അധികമാകുന്ന തരത്തിൽ ഞാനത് തരും. കാരണം എന്താണ്? പരിശുദ്ധാത്മാവിനയച്ച് ഈ ദിവ്യരഹസ്യങ്ങളെ അവൻ്റെ തന്നെ ശരീരവും രക്തവുമാക്കി രൂപാന്തരപ്പെടുത്തുകയും എന്നിട്ട് പറയാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക, നിങ്ങൾ വാങ്ങി കുടിക്കുക, നിങ്ങളുമായിട്ട് ഒന്നാകണം. ദൈവത്തിന് നമ്മളുമായിട്ട് ഒന്നാകണം. അത് വളരെ കോൺക്രീറ്റ് ആയിട്ട് മൂർത്തമായ രൂപത്തിൽ, വെറും ആത്മീയമായ രൂപത്തിലല്ല, കൗതാശിക രൂപത്തിൽ, അല്ലെ, തൊടാനും ഉൾക്കൊള്ളാനും അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. എന്നിട്ട് നോക്കുക, അവൻ നമ്മുടെ ഉദരത്തിലേക്ക് പോകുന്നു, ഹൃദയത്തിലേക്കല്ല. ഈ കുർബാന സ്വീകരിക്കുന്ന ഹൃദയത്തിലേക്ക് പോയാൽ നമ്മൾ ആശുപത്രി കൊണ്ടുപോണ്ടി വരും. അവൻ നമ്മുടെ ഉദരത്തിലേക്ക് പോകുന്നു. എന്നിട്ടോ നമ്മുടെ ഈ ശരീരവുമായിട്ട് അവൻ ഒന്നാകുന്നു. ദൈവം, മനുഷ്യനായി വന്ന ദൈവം, അവൻ അപ്പവും വീഞ്ഞുമായി വന്ന് അത് തൻ്റെ ശരീരവും രക്തവുമാക്കിയിട്ട് നമ്മിലേക്ക് വന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ശരീരമായിട്ട്, മാംസത്തിൻ്റെ മാംസമായി, രക്തത്തിൻ്റെ രക്തമായി അവൻ ഒന്നാകുകയാണ്. നമ്മുടെ ശരീരമായിട്ട് അവൻ അസിമിലേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നു, ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ആത്മാവെന്നല്ല പറഞ്ഞത്, ശരീരം എന്ന് വെച്ചാൽ ആള്, നമ്മുടെ ആളത്വം. അപ്പോൾ ആത്മാവെന്ന് പറഞ്ഞാലും ശരീരമെന്ന് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളത്വം എന്നാണ്. ആ നമ്മുടെ ആളത്വവുമായിട്ട് കർത്താവിൻ്റെ ആളത്വം ഒന്നാവുകയാണ് വിശുദ്ധ കുർബാനയിൽ. ഇതിനേക്കാൾ വലിയ ആനന്ദം എന്തുണ്ട്? അങ്ങനെയുള്ള ഈ മഹാരഹസ്യത്തെയാണ് നമ്മൾ പലപ്പോഴും അത് വേണ്ട വിധത്തിൽ, ഞാനാണെങ്കിലും നമ്മളെല്ലാവരും പാപികളാണ്, ഇല്ലേ? ലത്തീൻ സഭയിലെ കുർബാനയിലാണെങ്കിൽ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് ശതാദ്യം പറഞ്ഞ വാക്കുകൾ പറയും: നീ എൻ്റെ ഭവനത്തിൽ വരാനായിട്ട് എനിക്ക് യോഗ്യതയില്ല. നമ്മൾ സീറോ മലബാർ സഭയിൽ കുർബാനയിലാണെങ്കിൽ കുർബാന സ്വീകരണത്തിന് 2 കുമ്പസാരം വെച്ചിരിക്കുക, ദൈവമേ എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞിട്ടും അങ്ങനെ നെഞ്ചത്തടിച്ച് നമ്മൾ മാപ്പ് ചോദിക്കുകയാണ്. കാരണം ദൈവം തന്നെ നമ്മിലേക്ക് വരുന്നു, നമുക്ക് യോഗ്യതയില്ല. ഇങ്ങനെയൊക്കെ സമീപിക്കേണ്ട ഒരു കൂദാശ, അതായത് അത്രമാത്രം സ്നേഹത്തിൻ്റെ ആധിക്യമായ കൂദാശ, രഹസ്യങ്ങളുടെ ആധിക്യമായ കൂദാശ, ആ കൂദാശ പരികർമ്മം ചെയ്യുന്ന വിധത്തിൽ
എന്തുമാത്രം എന്തുമാത്രം കരുതൽ വേണം, എന്തുമാത്രം നമ്മൾ അതിനുവേണ്ടി ദാഹിക്കണം, എന്തുമാത്രം ഒരുങ്ങണം. പിന്നെ നമ്മൾ എത്രയൊക്കെ കുമ്പസാരിച്ചെന്ന് പറഞ്ഞാലും അതിന് ഒരു അയോഗ്യതയുണ്ട് നമുക്ക്. ദൈവം നമ്മിലേക്ക് വരാൻ മാത്രം പരിശുദ്ധി നമുക്കില്ല. കുമ്പസാരിച്ച് എത്രയൊക്കെ പറഞ്ഞാലും എങ്കിലും നമുക്ക് നമ്മുടേതായ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ഇവൻ്റെ കൃപയാണത്, ദൈവത്തിൻ്റെ കൃപയാണത്, കരുണയാണത്, കാരുണ്യമാണത്, അലിവാണത്. അതിൻ്റെയൊക്കെ മുമ്പിൽ നന്ദിയോടെ ഈ കൂദാശി സമീപിക്കണം. അങ്ങനെയുള്ള കൂദാശിയാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലൊക്കെ സമരമുറയായിട്ടും ഓരോ തോന്നിയാസ രൂപത്തിലും പിന്നെ എല്ലാ ആക്ഷേപങ്ങളും എല്ലാ പരിഹാസങ്ങളും ഉണ്ടാകുന്ന തരത്തിൽ അത് പരികർമ്മം ചെയ്യുന്നത്. അതിൻ്റെ പേര് തന്നെ പലതരത്തിൽ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അവർ കുർബാനയെ അവഹേളിക്കുന്നത്, കുർബാനയെ സമരമുറയാക്കി മാറ്റുന്നത്. നമുക്ക് സങ്കടം വരും. കാരണം പരമപരിശുദ്ധ ആരാധനയാണ് ഇതുപോലെ യാതൊരു വെളിവുമില്ലാതെ, യാതൊരു ഒരുക്കവുമില്ലാതെ, ഒരു ബഹുമാനമില്ലാതെ, ആദരവില്ലാതെ, ആരാധനാഭാവമില്ലാതെ അതിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത്. അതിൻ്റെ പേരിൽ നമുക്ക് സമരം ചെയ്യേണ്ടി വരുന്നത്. മാർപ്പാപ്പയെ അനുസരിച്ച്, സഭയെ അനുസരിച്ച് കുർബാന അർപ്പിച്ചാൽ ഈ പറഞ്ഞ സമരങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. പക്ഷെ അത് ചെയ്യാനായിട്ട് നമ്മുടെ വിമത വൈദികരോ അൽമായ മുന്നേറ്റക്കാരോ തയ്യാറല്ല. മാത്രമല്ല, നടപടികൾ എടുക്കാനായിട്ട് നമ്മുടെ സഭാ നേതൃത്വം മടിക്കുന്നത് കൊണ്ട് നമുക്കവരെ ഫോഴ്സ് ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമായിരുന്നു, പറ്റേണ്ടതാണ്. ഏതായാലും നമുക്ക് കർത്താവിന് മുമ്പിൽ നമുക്ക് വലിയ പ്രാർത്ഥനകളായിട്ട് നിൽക്കാം. ഈ കൂദാശയിൽ സംബന്ധിക്കാൻ നമുക്ക് തന്നെ യോഗ്യതയില്ല. പിന്നെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നവർക്ക് ഒട്ടും യോഗ്യതയില്ല. അവർക്കൊക്കെ മാനസാന്തരം ഉണ്ടാകണമേ എന്ന് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്കും ഇല്ലേ യോഗ്യതയൊന്നും ഇല്ലെങ്കിൽ പോലും കർത്താവേ നിൻ്റെ കൃപ കൊണ്ട് എന്നെ നിറച്ച് അയോഗ്യനായിരിക്കുന്ന എന്നിലേക്ക് വന്ന് എന്നെ നിൻ്റേതാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്നൊരു പ്രാർത്ഥന നമുക്കും ചൊല്ലാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.